പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം തരം ഹിന്ദി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഹാനി, പ്രഭാത് എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യകാരൻ എഴുതിയ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഹാനിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു യൂണിറ്റ് ടെസ്റ്റാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ബീർ ബഹൂട്ടി കഹാനി പ്രഭാത്, യൂണിറ്റ് ടെസ്റ്റ് 2 സൂചന. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതുപോലെ തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. സൂചന: बीर बहूटी कहानी का यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें. ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഥയുടെ ഈ അംശം, ഈ ഭാഗം വായിച്ചിട്ട് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതൂ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വരി മാത്രമേ തന്നിട്ടുള്ളൂ. ബേല ദേഖോ ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹെ, സാഹിലിനെ കഹ. പാഠപുസ്തകത്തിലുള്ള ഒരു വരിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിൽ ഈ വരി കാണാം. ബേല ദേഖോ ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹെ, സാഹിലിനെ കഹ. ഈ ഒരു വരി കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന് ശേഷമുള്ള വരികൾ, ബേലയും സാഹിലും തമ്മിലുള്ള സംഭാഷണം നമുക്ക് ഇവിടെ മനസ്സിൽ വരണം. എന്തൊക്കെയാണ്? തുമ്നെ കുച്ച് സുനാ ബേല, ഹം സുനാ, പഹലി ഘണ്ടി ലഗ് ഗയി ഹെ, ലേക്കിൻ മുझे पैन में स्याही भी भरवानी है दुकान से. അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം, ഈ സംഭാഷണം നടക്കുന്ന സ്ഥലം അല്ലേ, ഫുലേര കസ്ബ, കസ്ബെ സെ സട്ടെ ഖേത്ത് അല്ലെ, ഖേത്തോ മേ വേ ബീർ ബഹൂട്ടിയോങ്കോ खोजते दे. बीर बहूटियों का रूप कैसा है? सुर्ख मुलायम गदबदी बीर बहूटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदे. അപ്പോൾ ഈ സന്ദർഭം, പ്രസംഗ് എന്ന് പറഞ്ഞ സന്ദർഭം, ഈ സന്ദർഭം നമ്മൾ ഓർമ്മിക്കണം. ടെസ്റ്റിലുള്ള സന്ദർഭങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരണം, ആ പ്രസംഗ്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ്. ബേല ഔർ സാഹിൽ ക്യാ കർ രഹേ ദേ, എന്ത് ചെയ്യുകയായിരുന്നു? കസ്ബെ സെ സട്ടെ ഖേത്തോ മേ ബീർ ബഹൂട്ടിയോങ്കോ ഖോജത്തെ ധേ. അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു? ഫുലേര കസ്ബെ സെ സട്ടെ ഖേത്തോ മേ, ഫുലേര കസ്ബ ചെറിയ ടൗണിനോട് സട്ടെ ചേർന്ന, ഖേത്തോ മേ വയലുകളിൽ, ബീർ ബഹൂട്ടിയോങ്കോ ഖോജത്തെ ധേ ബീർ ബഹൂട്ടികളെ പരതുകയായിരുന്നു, അവയെ നോക്കുകയായിരുന്നു. അടുത്തത് തുമ്ഹാരെ മേ പ്രയുക്ത സർവനാം കോൻസാ ഹേ. തുമ്ഹാരെ എന്നുള്ളതിലെ സർവനാമം ഏതാണ്? തു, തും, ആപ്പ്. തുമ്ഹാരെ, തുമാരെ എന്നുള്ളതിലെ സർവനാമം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കോപ്പി ചെയ്ത് ഇടാം, പേസ്റ്റ് ചെയ്ത് തും. അപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഈ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബേല ഔർ സാഹിൽ ക്യാ കർ രഹേ ദേ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ 1 കസ്ബെ സെ സട്ടെ ഖേത്തോ മേ ബീർ ബഹൂട്ടിയോങ്കോ ഖോജത്തെ ദേ. ഇനി 2 തുമാരെ മേ പ്രയുക്ത സർവനാമം കോൻസാ ഹേ. തു, തും, ആപ്പ് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം തും. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇസ് പ്രസംഗ് പർ പട്കഥാ കാ ഏക് ദൃശ്യ തയ്യാർ കരേ. നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ഇങ്ങനെയാണ് ചോദിക്കുക, പട്കഥാ കാ ഏക് ദൃശ്യ തയ്യാർ കരേ. അപ്പോൾ പട്കഥയുടെ ഒരു ദൃശ്യം തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ബേല ദേഖോ ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹെ, സാഹിലിനെ കഹ, ഈ വരി മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പുള്ള ഖണ്ഡികയിൽ ഇതിൻ്റെ സ്ഥാന്, സമയ്, ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ദൃശ്യിക വിവരൺ ഒക്കെ ഉണ്ട്. പിന്നെ ഈ സംഭാഷണവും കൂട്ടിച്ചേർക്കണം. സംഭാഷണത്തിന് നമ്മൾ സംവാദം എന്ന് പറയും. ഇതൊക്കെ ചേർന്നതാണ് പട്കഥാ കാ ഏക് ദൃശ്യ. അപ്പോൾ ഈ പ്രസംഗ് പർ പട്കഥാ കാ ഏക് ദൃശ്യ തയ്യാർ കരേ എന്നുള്ളത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം നമ്മൾ എഴുതുമ്പോൾ മൂന്നാമത്തെ ചോദ്യമാണ്. പട്കഥ എന്ന് ഹെഡിങ് കൊടുത്തു. ദൃശ്യ ഏക്, സ്ഥാൻ കസ്ബെ സെ സട്ടെ ഖേത്ത്, സമയ് സബേരെ 9 ബജെ, പാത്ര കഥാപാത്രങ്ങൾ ബേല ഔർ സാഹിൽ, ദോനോ കാ ഉമ്ര 10 സാൽ, ദോനോ സ്കൂൾ കി വർദി മേ ഹെ. അപ്പോൾ അവരുടെ പേര്, വയസ്സ്, അവരുടെ വേഷഭൂഷ, അവരുടെ ഹാവഭാവ്, ഇതൊക്കെ എഴുതാം. അടുത്തത് ദൃശ്യിക വിവരണം. അപ്പോൾ 4 കാര്യങ്ങളാണ് ആദ്യം വരുന്നത്. പട്കഥ എന്ന് എഴുതി, ദൃശ്യ 1 എന്ന് എഴുതിയതിൻ്റെ താഴെ സ്ഥാന്, സമയ, പാത്ര, ദൃശ്യിക വിവരൺ. ദൃശ്യിക വിവരണം എന്താണ്? ബേല ഔർ സാഹിൽ കസ്ബെ സെ സട്ടെ ഖേത്തോ മേ ബീർ ബഹൂട്ടിയോങ്കോ ഖോജത്തെ ഹൈ അല്ലേ. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ അതാണ് അല്ലേ. കസ്ബെ സെ സട്ടെ ഖേത്തോ മേ ബീർ ബഹൂട്ടിയോ കോ ഖോജത്തെ ഹേ. ആരൊക്കെ? ബേല ഔർ സാഹിൽ. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ബേല ഔർ സാഹിൽ കസ്ബെ സെ സട്ടെ ഖേത്തോ മേ
ബീർ ബഹൂട്ടിയോങ്കോ ഖോജത്തെ ഹേ. ഇനി അതിൻ്റെ കൂടെ സംവാദ് ഒരു സൈഡ് ഹെഡിങ് പോലെ എഴുതിയിട്ട് ഇവർ തമ്മിലുള്ള സംഭാഷണം. ബേല ദേഖോ. അപ്പോൾ സാഹിലാന്ന് പറയുന്നത് സാഹിൽ എന്ന് എഴുതി 2 കുത്തിട്ടിട്ട് സാഹിൽ പറയുന്ന കാര്യം ബേല ദേഖോ ബേല. അപ്പോൾ ബേല തിരിച്ചു ചോദിക്കുന്നു ക്യാ ബാത്ത് ഹേ, എന്താ കാര്യം? സാഹിൽ ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹേ. ബേല സമ്മതിക്കുന്നു ഹാം. സാഹിൽ തുമ്നെ കുച്ച് സുനാ ബേല? ബേല ഹാം സുനാ. പഹലി ഖണ്ഡി ലഗ് ഗई है. साहिल लेकिन मुझे पैन में स्याही भी भरवानी है दुकान से. बेല तो जल्दी चलो. ഇനി ബ്രാക്കറ്റിലാണ് ദോനോം ഉടുക്കർ, രണ്ടാളും എഴുന്നേറ്റ് എവിടെ നിന്ന്? കസ്ബെ സെ സട്ടെ ഖേത്തോം സെ അല്ലേ, വയലിലിരിക്കും. ഉടുക്കർ എഴുന്നേറ്റ് ഉസ്കൂൾ കി ഓർ ദൗഡ് ജാത്തെ ഹേ. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയത്. അപ്പോൾ നമ്മൾ ഈ സംഭാഷണം എഴുതുമ്പോൾ സാഹിലും ബേലയും തമ്മിലുള്ള സംഭാഷണം എഴുതുമ്പോൾ നമ്മൾ ഈ സംഭാഷണം എഴുതുന്ന രീതി ശ്രദ്ധിക്കണം. ഈ വരി പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങാണ്ട് നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഇവിടുന്ന് തുടങ്ങുന്നത് അല്ലേ, ഇതിൻ്റെ നേരെ താഴേക്കാണ് എഴുതുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ സംഭാഷണം എഴുതാൻ ശ്രദ്ധിക്കണം. പട്കഥാക്ക ഏക ദൃശ്യം എന്ന് പറഞ്ഞാൽ ദൃശ്യം മാത്രം പോരാ, ദൃശ്യവും സംവാദവും വേണം. അടുത്തത് 4ാമത്തെ. അപ്പോൾ അടുത്ത ഭാഗമാണ് സൂചന. ബീർ ബഹൂട്ടി കഹാനി കാ യഹ് അൻഷ് പഠ്കർ പ്രശ്ന 4 കാ ഉത്തർ ലിഖേം. 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണം. पैन में कुछ स्याही बची दी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗം തന്നെയാണ്. पैन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. ഈ വരിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യം. പ്രസ്തുത പ്രസംഗ് പർ ഏക് വാർത്താലാപ് തയ്യാർ കരേ. അപ്പോൾ ഇവിടെ വാർത്താലാപ് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ കാണാം അല്ലേ. എന്താണ്? ഏക് പൈൻ സ്യാഹി ഭർ ദോ. സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. സാഹിൽ പറയുന്നതിന് മുമ്പേ ബേല പറഞ്ഞു അല്ലേ. അപ്പോൾ ദുക്കാൻ വാല ഭയ്യ എന്താ പറഞ്ഞു? ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ, അബ് തോ കൽ ഹി മിൽ പായേഗി. അപ്പോൾ ബേല പറഞ്ഞു ലേക്കിൻ इसने तो पैन में जो स्याही बची दी उसे भी ज़मीन पर छिड़क दिया. അപ്പോൾ दुकान वाले भैया ने कहा बादल को देखकर खड़े को नहीं टुलाना चाहिए. എന്നിട്ട് ചോദിച്ചു कौन सी में पढ़ते हो? അപ്പോൾ സാഹിൽ പറഞ്ഞു 5वीं में. അപ്പോൾ दुकान वाला भैया ചോദിച്ചു दोनों, രണ്ടുപേരും? അപ്പോൾ ബേല പറഞ്ഞു हम दोनों और हम दोनों का सेक्शन भी एक ही है. സെക്ഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ അല്ലേ, എ. അപ്പോൾ ഈ ഒരു സംഭാഷണം മാത്രം, വാർത്താലാപ് മാത്രമാണ് എഴുതേണ്ടത്. പ്രസ്തുത നേരത്തെ നമ്മൾ പട്കഥാക്ക ഏക് ദൃശ്യ ലിഖോ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരണം? ദൃശ്യം എന്ന് എഴുതിയിട്ട് സ്ഥാന സമയ പാത്ര ദൃശ്യിക വിവരണം എന്ന് എഴുതണം. സംവാദം എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഈ സംഭാഷണം വാർത്താലാപ് എഴുതണം. എന്നാൽ ഈ ചോദ്യത്തിൽ എന്തേ വേണ്ടു? ഈ 4ാമത്തെ ചോദ്യത്തിൽ വാർത്താലാപ് മാത്രം, ഈ പെന്നിൽ മഷി നടക്കുന്നതിനെക്കുറിച്ചുള്ള സംഭാഷണം മാത്രമേ വേണ്ടൂ. എങ്ങനെ തയ്യാറാക്കിയത്? വാർത്താലാപ് എന്നാണ് ഇവിടെ ഹെഡിങ് കൊടുക്കുന്നത്. സാഹിൽ. അപ്പോൾ സാഹിൽ ആദ്യം തന്നെ പോയി പീഡിയക്കാരനോട് പറയുന്നു നമസ്തേ ഭായി സാബ്. ദുക്കാൻ വാല നമസ്തേ, ക്യാ ചാഹിയേ. അപ്പോൾ നമ്മളിത് കുറച്ച് കൂട്ടിച്ചേർത്തതാണ്. ബേല ഏക് പൈൻ സ്യാഹി ഭർത്തോ. एक पैन स्याही भर दो. അപ്പോൾ दुकान वाला പറഞ്ഞു बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. बेला लेकिन इसने तो पैन में जो स्याही दी उसे भी ज़मीन पर छिड़क दिया. दुकान वाला बादल को देखकर घड़े को नहीं टुलाना चाहिए. कौन सी में पढ़ते हो? साहिल 5वीं में. दुकान वाला दोनों? बेला हाँ दोनों, और हम दोनों का सेक्शन भी एक ही है, ये. ദുക്കാൻ വാല അച്ഛ. അപ്പോൾ ഇതൊരു സംഭാഷണം, ഒരു വാർത്താലാപ് മാത്രം. വാർത്താലാപ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയാണ് എഴുതേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പട്കഥ का एक दृश्य लिखो എന്ന് പറഞ്ഞാൽ പട്കഥ ദൃശ്യ ഏക്ക് സ്ഥാന സമയ പാത്ര ദൃശ്യിക വിവരൺ, പിന്നെ സംവാദം, അത് വാർത്താലാപ് തന്നെയാണ്. സംവാദം എഴുതിയിട്ട് വാർത്താലാപ് എഴുതണം. നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. സൂചന. ബീർ ബഹൂട്ടി കഹാനി കാ യഹ് അംശ പഠ്കർ പ്രശ്ന 5 और 6 के उत्तर लिखे. അപ്പോൾ നോക്ക്, गणित के माट साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था. बच्चे उनसे कांपते थे. खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर बैठ जाते थे. നമുക്ക് ടെസ്റ്റിൽ അത് നോക്കാം.
गणित के मास्टर साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था। बच्चे उनसे कामते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे। അപ്പോൾ ആ ഖണ്ഡികയാണ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം. 5. ബच्चे സുരേന്ദ്ര ജി സെ കാമത്തെ थे क्यों? എന്തുകൊണ്ടാണ് കുട്ടികൾ സുരേന്ദ്ര ജി മാട്ട് സാഹിബിനെ പേടിച്ചിരുന്നത്? നമുക്ക് നോക്കാം. 5 വാന്നല്ല, कक्षा എന്നുള്ളത് സ്ത്രീലിംഗ ആയതുകൊണ്ട് 5वीं कक्षा के गणित का माट साहब सुरेंद्र जी बहुत क्रूर आदमी था। सुरेंद्र जी माट साहब जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या जापट मारने लगते थे. അപ്പോൾ ഇതാണ് കാരണം. ചെറിയ തെറ്റിന് പോലും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേങ്ക് ദേത്തേ ദേ, ബാൽ പകഡ്കർ ഫേങ്ക് ദേത്തേ ദേ അല്ലേ? അപ്പോൾ ടെസ്റ്റിലോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം. सुरेंद्र जी माट साहब इसी पीरियड में काफ़ी जांचते थे, जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या जापट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. അതിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് उनका हाथ चलना शुरू होता तो रुकना भूल जाता था, इसलिए गणित का माट साहब सुरेंद्र जी से बच्चे कामते थे. ഇനി അടുത്ത ചോദ്യം. बच्चों के प्रति सुरेंद्र जी माट साहब के व्यवहार के संबंध में आपका मत क्या है? മറ്റ് അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പെരുമാറുന്നത്, കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്നത്, അടിക്കുന്നത്, മുടി പിടിച്ചു വലിക്കുന്നത് ശരിയായ രീതിയാണോ? നിങ്ങളുടെ അഭിപ്രായം മത്ത് ക്യാ ഹേ എന്താണ്? बच्चों के प्रति सुरेंद्र जी के व्यवहार बहुत बुरा है. छोटी सी गलतियों के लिए छोटे बच्चों का बाल पकड़कर इधर उधर फेंक देना या जापट मारना बहुत बड़ी क्रूरता है. बच्चों के साथ प्यार से व्यवहार करना चाहिए. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. 2 മാർക്കാണ്. അടുത്തത് അപ്പോൾ 5നും 6നും 2 മാർക്ക് വീതം. इन्हें അടുത്തത് സൂചന. बीर बहूटी कहानी का यह अंश पढ़कर प्रश्न 7 का उत्तर लिखे. 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുക. साहिल की आंखें बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों से पानी भर गया था. ഇതാണ് തന്നിരിക്കുന്ന വരി. ഒരു ഖണ്ഡികയൊന്നും തന്നിട്ടില്ല, ഒരു വരി മാത്രമാണ് തന്നത്. ഇത് പാഠത്തിന്റെ ഏത് ഭാഗത്താണ് വരുന്നത്? ഏകദേശം അവസാന ഭാഗത്താണ് വരുന്നത് അല്ലേ? साहिल की आंखें बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों से पानी भर गया था. അപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായി 6ലേക്ക് പോകണം. ഈ സ്കൂളിൽ 5ാം ക്ലാസ് വരെയേ ഉള്ളൂ. അപ്പോൾ ബേല വേറെ സ്കൂളിൽ പോകുന്നു, സാഹിലിന് അജ്മേറിൽ പോയി പഠിക്കണം അല്ലേ? അപ്പോൾ രണ്ടാളും വേറെ വേറെ സ്കൂളിലേക്ക് പോകുന്നു, രണ്ടാളും അകലാൻ പോവുകയാണ് അല്ലേ? അലഗ് അലഗ് സ്കൂളുമേ ജാത്തെ ഹെ, ബിച്ചുട്ടൻ വേർപാട് അല്ലേ, വേർപിരിയുകയാണ്. ആ സമയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. प्रस्तुत प्रसंग पर साहिल के 1 दिन की डायरी तैयार करें. അന്നത്തെ ദിവസം രണ്ടാളും വേർപിരിഞ്ഞ് വീട്ടിലേക്ക് പോയി. അന്നത്തെ ദിവസം സാഹിലിൻ്റെ ഡയറിയാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം, സാഹിൽ കി ഡയറി. അപ്പോൾ ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഡയറിക്ക് ഏറ്റവും പ്രധാനം താരീഖ് ദിൻ. നമ്മൾ എത്രാം തീയതിയാണ് ഈ ഡയറി എഴുതുന്നത് നമുക്കറിയില്ല. അന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ അറിയില്ല. ആജ് 5वीं कक्षा का रिजल्ट आया. मैं और बेला दोनों पास हुए. दोनों खुश थे അല്ലേ? പാസ്സായ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. ലേക്കിൻ दोनों दुखी भी थे. പക്ഷെ രണ്ടാൾക്കും ദുഃഖവുമുണ്ട്. എന്തുകൊണ്ടാണ്? ദുഃഖ് इसलिए था कि अगले साल हम दोनों अलग अलग स्कूलों में पढ़ने वाले होंगे. ദുഃഖം എന്തുകൊണ്ടാണ്? ഇനി പുതിയ പഠന വർഷം, അധ്യയന വർഷം നമ്മൾ ഇവർ രണ്ടാളും വേറെ വേറെ സ്കൂളിലാണ് പഠിക്കേണ്ടത്. ക്യോങ്കി ഹമാര സ്കൂൾ 5वीं तक का है. എന്തുകൊണ്ടാണ്? ഈ സ്കൂൾ 5 വരെയേ ഉള്ളൂ. അഗലെ സാൽ ബേല രാജകീയ കന്യാ പാഠശാല മേ പഠനെ വാലി ഹേ. ഇവിടെ രാജകീയ കന്യാ പാഠശാല എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ രാജകീയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റോയൽ കന്യാ ഗേൾസ് പാഠശാല സ്കൂൾ ഉണ്ടാവും. പക്ഷേ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ എന്നാണ്. രാജകീയ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. और मैं अजमेर में हॉस्टल में रहकर पढ़ने वाला हूँ. അപ്പോൾ സാഹിൽ ആൺകുട്ടി ആയതുകൊണ്ട് ആൺകുട്ടികൾക്കുള്ള സ്കൂൾ ഈ ഗ്രാമത്തിൽ ഫുലേര കസ്ബയിൽ ഇല്ലാത്തത് കൊണ്ട് അജ്മേറിൽ, വളരെ ദൂരെ അജ്മേറിൽ പോയി പഠിക്കണം. അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. इसलिए दोनों की आंखें भर गई थी. अगले साल मेरे लिए नए मित्र मिलने वाले होंगे, लेकिन बेला की दोस्ती विशेष थी. उसकी दोस्ती छोड़ना मैं नहीं चाहता, इसलिए हम दोनों हंसते हुए भी अंदर रो रहे थे.
അപ്പോൾ റിസൾട്ട് വന്നു, പാസ്സായി. രണ്ടാളും ചിരിക്കുന്നുണ്ടായിരുന്നു മനസ്സിൽ, പുറത്ത് പക്ഷെ അകത്ത് കരയുകയായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. ആജികാദിൻ മേം സിന്ദഗി മേം കബി നഹീം ഭൂലൂങ്ക. അപ്പോൾ ഇതൊരു ഡയറിയാണ്, സാഹിലിൻ്റെ ഡയറി. താരീഖ്, ദിൻ എഴുതി. സാഹിൽ പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഡയറി എഴുതുന്നത്. സാഹിലിൻ്റെ ഡയറി എന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്ക് എന്നുള്ള അർത്ഥത്തിൽ തന്നെ എഴുതണം. ഇനി അടുത്തത് 8ാമത്തെ ചോദ്യം. അബ് തും കഹാം പഠോഗി. ഇവിടെ തും എന്ന് വരുമ്പോഴാണ് പഠോഗി. അപ്പോൾ ഇവിടെ ഈ തും എന്ന് പറയുന്നത് ആരാണ്? ബേലയാണ്. സാഹിൽ ചോദിക്കുമെന്ന്, ബേല അബ് തും കഹാം പഠോഗി. ഇനി അത് നമുക്ക് തും എന്നുള്ളതിന് പകരം വഹ് എന്നാക്കിയാലോ? വഹ് കഹാം ഡാഷ്. ഇതിൻ്റെ ഉത്തരം എന്താണ്? വഹ്. ഒന്നുകിൽ നമുക്ക് ആൺകുട്ടിയാണെങ്കിൽ വഹ് കഹാം പടേഗ എന്ന് എഴുതാം. ഇവിടെ ബേല പെൺകുട്ടി ആയതുകൊണ്ട് കഹാം പഠേഗി. അപ്പോൾ ഇവിടെ വഹ് എന്ന് സൂചിപ്പിക്കുന്നത് ബേല ആയതുകൊണ്ടാണ് പഠേഗി. സാഹിലാണെങ്കിൽ പഠേഗ. അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.